ഹെൽപ്പ് ബോക്സ്. പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ്, ഭയമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ മോളച്ചെന്ന് കണ്ട ശേഷം പലരുടെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് അവളും ഒരു ഭയപ്പാടോടുകൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണം. അവിടെ ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വച്ചോ പേര് വയ്ക്കാതെയോ അതിൽ ഇടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ടായിരിക്കും. അത് ഒരാഴ്ച ഒരിക്കൽ എച്ച്.എമ്മോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ അത് തുറന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ പേര് വെച്ചാണെങ്കിലും അല്ലെങ്കിലും പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്ത ശേഷം തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓഫീസറെ പോളിലോട്ടുള്ള ഓഫീസറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊരു കാര്യങ്ങളൂടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കുറേ കൗൺസിലേഴ്സ് ഉണ്ടല്ലോ, സ്കൂൾ കൗൺസിലേഴ്സ്. അവരാണല്ലോ കൗൺസിലിംഗ് ചെയ്യുന്ന കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ കൗൺസിലേഴ്സിൻ്റെ യോഗം വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അവരോട് വേറെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല, ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും വളരെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരോട് പങ്കെടുത്തുകൊണ്ട് അവർ കൗൺസിലിംഗ് ചെയ്തപ്പോൾ അവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ വേണ്ടി പോവുക രഹസ്യമായിട്ട്. കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. കാരണം ആ കുട്ടികൾ കൗൺസിലിങ്ങിന് ഈ കാര്യങ്ങൾ കേട്ട് വേറെ ഒന്നും ചിലപ്പോൾ ആ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലായിരിക്കും. വീടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാം, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവാം, മറ്റ് പീഡനങ്ങളുടെ പ്രശ്നം ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവരെ യോഗം കേരളാടിസ്ഥാനത്തിൽ വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം വിളിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ആദ്യം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ വേറെ പ്രശ്നം, വളരെ ഗൗരവമുള്ള ഏതെങ്കിലും ഒരു വിഷയം ഒരു കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെന്ന് ഒരു ടീച്ചറിനോട് പറഞ്ഞാൽ അപൂർവം ടീച്ചർമാരെങ്കിലും ഇത് അവർ രഹസ്യമായിട്ട് വയ്ക്കുക, അവരാരോടും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്, അത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ ആ ടീച്ചർ മറുപടി പറയാൻ ബാധ്യസ്ഥയായിരിക്കും. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ കർശന നിലപാട് ഗവൺമെൻറ് എടുക്കുമെന്നുള്ള കാര്യം കൂടി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അധ്യാപകരുടെ പങ്ക്. കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും. ഡയറി എഴുത്ത്, 0 അവർ പോലുള്ള ആശയങ്ങളിലൂടെ കുട്ടികളുടെ അധ്യാപകരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം നൽകും. സംയോജിത പ്രവർത്തനങ്ങൾ. വനിതാ ശിശു വികസനം, സാമൂഹ്യ നീതി, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, പോലീസ് തുടങ്ങിയ വകുപ്പുകളുമായി ചേർന്ന് ഈ പദ്ധതി നടപ്പിലാക്കും. കുട്ടികൾക്ക് ആവശ്യമായ വൈദ്യസഹായം, കൗൺസിലിംഗ്, പുനരധിവാസം എന്നിവ ഉറപ്പുവരുത്തുവാൻ ഈ വകുപ്പുകളുടെ സഹായം തേടും. നിലവിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ഹെൽപ്പ് ലൈൻ 1098 എന്നിവയുടെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കും. പാരൻറ്റിംഗ് ക്ലിനിക്കുകൾ. പ്രശ്നങ്ങൾക്കുള്ള രക്ഷിതാക്കളുടെ കൗൺസിലിംഗ് നൽകാനായി നിലവിലുള്ള പാരൻറ്റിംഗ് ക്ലിനിക്കുകൾ കൂടുതൽ സജീവമാക്കും. ബ്ലോക്ക് തലത്തിൽ ഇതിനായി സംവിധാനങ്ങളുണ്ട്. പുനരധിവാസം. സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾക്കായി സർക്കാർ ഹോമുകളും പ്രത്യേക ഹോമുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ലഹരിമുക്ത പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ മാതൃകയിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ പുറത്തിറക്കും. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ വിഷയത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്.